ഈ റൊമാൻസ് പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്നൊരു സംഭവമുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഈ ഭാഗത്തൂടെ ഒരു സാധനം എന്തോ ഒരു മൊമെന്റിൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഞാനിങ്ങനെ ദൈവം എന്താണത്, നമുക്ക് കണ്ടപ്പോൾ തന്നെ ഒരുമാതിരി ആയിപ്പോയി. ഞാൻ റിഹേഴ്സലിൽ പക്ക പറഞ്ഞു ഞാൻ ടേക്കില്ല. ആ സാധനം വന്നപ്പോൾ പെട്ടെന്ന് ബ്ലാക്ക് ഔട്ടായി, ഒന്നും വരുന്നില്ല എനിക്ക്. അപ്പം ഇവരില്ല, വിനായകൻ ചേട്ടനും സാറും ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അടുത്ത ഇതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ എനിക്കെന്തോ ഞാൻ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ കണ്ണടച്ച സാറിന് കട്ട് 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 സാർ അല്ല സാറ് പറഞ്ഞിട്ടുള്ള ഭയങ്കര കാര്യമാണ് അത്. ഈ അദ്ദേഹത്തിന്റെ ഒരു ക്യൂരിയോസിറ്റി ചോദിക്കും, നമ്മുടെ നടനാണെങ്കിൽ തന്നെ മമ്മൂട്ടിയുടെ കളങ്കാവിൽ നെഗറ്റീവ് വേഷമാണ് അഭിനയിക്കുന്നതൊക്കെ അറിയായിരുന്നു. അദ്ദേഹത്തിന് അഭിനയിക്ക് നോക്കുക നിൽക്കാനുള്ള കൗതുകം. അത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു ഞാൻ കരുതിയതാണ്. 40-45 ദിവസം ഇങ്ങനെ നിന്ന് കാണുകയായിരുന്നു. ഇത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ജനിച്ച നാൾ തൊട്ട് കാണുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള പല പല പരിപാടികളും നമ്മൾ കണ്ടാണ് നമുക്ക് ഈ സിനിമ എന്നുള്ള ക്രൈസൊക്കെ വരുന്നത് തന്നെ ഈ മമ്മൂട്ടി സാറിന് ലാലേട്ടനൊക്കെ ഇങ്ങനെ പെർഫോം ചെയ്യാൻ കണ്ടിട്ടാണ് നമുക്കൊരു കൊതി തന്നെ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഈ അടുത്ത് കണ്ടിട്ട് അടുത്ത് കിട്ടിയിട്ട് ഒരു പടത്തിൽ ഇങ്ങനെ ത്രൂ നമ്മൾ നിൽക്കുമ്പോൾ ചെയ്തു പോകുന്ന കണ്ടിട്ട് ഒരു സീനിൽ ഞാനത് ഡയറക്ടറോട് അപ്പം തന്നെ പറഞ്ഞു. ഒരു ബസ് സ്റ്റാൻഡിലെ ഒരു സീനിലാണ് ഒരു പെൺകുട്ടിയോട് പ്രണയം പറയുന്നൊരു സീനുണ്ട് അദ്ദേഹം, ആ ഒരു തമിഴ് പെൺകുട്ടിയോട്. അപ്പം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവരോട് പറയുന്നുണ്ട് എന്തോ പേടിയായതുകൊണ്ടാണ് ഇത്ര നാൾ പറയാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരിങ്ങനെ കളിയാക്കിയിട്ട് പോകുന്ന സമയത്ത് ഈ റൊമാൻസ് പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്നൊരു സംഭവമുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഈ ഭാഗത്തൂടെ ഒരു സാധനം എന്തോ ഒരു മൊമെന്റിൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഞാനിങ്ങനെ ദൈവം എന്താണത്, നമുക്ക് കണ്ടപ്പോൾ തന്നെ ഒരുമാതിരി ആയിപ്പോയി. ഞാൻ ചെന്നിട്ട് ഷോട്ട് തീർന്നപ്പോൾ ഞാൻ ചെന്ന് ഡയറക്ടർ ജിതിനോട് ഞാൻ പറഞ്ഞു, ജിതിനെ ഒരു സംഭവം കണ്ടത് എന്താ അത് കാര്യം, അത് പിന്നെ രണ്ടാമത് പോകുന്നില്ലല്ലോ, ഒറ്റ സാധനത്തിലങ്ങ് പോയി. പിന്നെ അത് മോട്ടറിലിട്ട് കണ്ടപ്പോൾ എൻ്റെ കിളി പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണൊരു മനുഷ്യന് സാധ്യമാകുന്നത് എന്നുള്ളതൊക്കെ അയ്യോ അത് ചിന്തിക്കാൻ വയ്യാത്ത സാധനങ്ങളാണ്. അത് എക്സ്പീരിയൻസ് ആണ്. ഉറപ്പായിട്ടും ഞങ്ങൾ ഒരു സീനിൽ ഞാനും വിനായകൻ ചേട്ടനും സാറും കൂടെയുള്ളൊരു വണ്ടിയിൽ പോണൊരു സീനാണ്. അപ്പോൾ തമിഴ്നാട്ടിലാണ് ഷൂട്ട്, നാഗർകോവിൽ അങ്ങ് ഉള്ളിലൊരു ഏരിയയിലാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. ഒരു 2 സൈഡും ഇങ്ങനെ പാടവും നടുക്ക് നല്ല സ്ട്രെയിറ്റ് റോഡ്, അത് ഇടയ്ക്ക് മഴയൊക്കെ പെയ്തു. അവിടെ മറ്റും നല്ല മൗണ്ടൻ ഏരിയയൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൂടെ ഇങ്ങനെ ഷൂട്ടിന് പോകുമ്പോൾ ഒരു വലിയ സീനാണ്. ഈ വിനായകൻ ചേട്ടൻ്റെ ക്യാരക്ടറിനെ പറ്റി ഞാനിങ്ങനെ പറയുന്നതാണ്. അപ്പോൾ പുള്ളിക്ക് നത്ത് എന്നുള്ള പേര് വന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അത് മമ്മൂട്ടി സാറിൻ്റെ ക്യാരക്ടർ ചോദിക്കും. സാറേ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്, ഒരു സംഭവം ചോദിക്കട്ടെ എന്ന് ചോദിക്കുമ്പം ചോദിച്ചോ സാറ് ചോദിക്കുമെന്ന് പറയുമ്പം പറയും സാറിന് എങ്ങനെ ഈ നത്ത് എന്നുള്ള പേര് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മെയിനായിട്ട് ഡയലോഗ് എൻ്റെതാണ്. ഞാനാണ് പറയുന്നത് നത്ത് എന്നുള്ള പേര് എങ്ങനെയാണെന്നത്. ആരൊക്കെയോ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പോയി കഥ ഇദ്ദേഹത്തെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കുന്നതാണ് ആ സീൻ. വലിയ സീനാണ് അത്. ഫുൾ നമ്മുടെ ക്യാമറയൊക്കെ വണ്ടിയിൽ സെറ്റ് ചെയ്ത് എല്ലാം. അപ്പോൾ എനിക്ക് ഡയലോഗ് പഠിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ക്യൂ കിട്ടുമ്പോഴത്തേക്ക് അടുത്തതിലോട്ട് കയറാൻ എനിക്കറിയാം. പടം ഒരു തവണ റിഹേഴ്സൽ ചെയ്തപ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഡയറക്ടറും ടീമും ഫ്രണ്ടിലൊരു വണ്ടി കൂടെ ഇതായിട്ട് കണക്ട് ചെയ്തൊരു വണ്ടിയായിട്ട് അവിടെ സീനിൽ കണ്ടുകൊണ്ടിരിക്കും ഈ മോണിറ്ററിൽ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തുടങ്ങി ഏകദേശം 1 മിനിറ്റോളം ഇങ്ങനെ ഫ്ലോയിൽ പോകുന്ന സമയത്ത് ഒരു സാറ് പറഞ്ഞിട്ടാണ്, ഒരു സാറിൻ്റെ പേര് പറഞ്ഞിട്ട് ഇദ്ദേഹം ആണ് പറഞ്ഞതെന്നാണ് ബിനുവാണ് എന്നോട് പറഞ്ഞതെന്ന് പറയാനുള്ളതാണ് എൻ്റെ ഡയലോഗ് അതിൻ്റെ ഇടയിൽ പറയുന്നത്. ഞാൻ ഈ റിഹേഴ്സലിൽ പക്ക പറഞ്ഞു ഞാൻ ടേക്കില്ല. ആ സാധനം വന്നപ്പോൾ പെട്ടെന്ന് ബ്ലാക്ക് ഔട്ടായി, ഒന്നും വരുന്നില്ല എനിക്ക്. അപ്പം ഇവരില്ല, വിനായകൻ ചേട്ടനും സാറും ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അടുത്ത ഇതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ എനിക്കെന്തോ ഞാൻ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ കണ്ണടച്ച സാറിന് കട്ട് 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 സാറ് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിട്ട് പറഞ്ഞു, നീ നേരത്തെ നന്നായിട്ട് ചെയ്താണല്ലോ എന്ത് പറ്റി എന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ബ്ലാക്ക് ഔട്ടായി. എന്താ സംഭവം എന്താ? ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു പേരുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ആ പേര് ഇപ്പം തന്നെ ഓർമ്മ വന്നില്ല. ഞാൻ പറയാൻ ഓർമ്മ വന്നു. അതിനപ്പോൾ പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ പറഞ്ഞു എപ്പോഴും പെട്ടെന്ന് അങ്ങ് പോയി എന്ന് പറഞ്ഞു. ഈ പേര് സിനിമയിൽ വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പിന്നെ നിനക്ക് വായിൽ ആ സമയത്ത് അത് ഫില്ല് ചെയ്യാനായിട്ടൊരു പേരും കിട്ടാൽ പോരെ, വേറെ എവിടെയും പറയാത്തൊരു പേര്. ഒരു പേരങ്ങ് വെച്ചങ്ങ് പറഞ്ഞു പോയിരുന്നെങ്കിൽ ഇതിപ്പോൾ നന്നായിട്ട് അങ്ങ് പോരുന്നത്, നന്നായിട്ട് നീ ചെയ്തു തന്നതാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാണല്ലോ, ഇത് വേറെ എവിടെ ഈ പേര് പറയുന്നില്ല, അവിടെ ഈ പേര് പറഞ്ഞു എന്ന് കരുതി പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനും പോകുന്നില്ല. ഞാൻ ആ മൊമെന്റിൽ വരുന്നൊരു സാധനമാണ് അതൊക്കെ. അപ്പം അദ്ദേഹത്തിനാണ് അങ്ങനെ സംഭവിച്ചത്. അദ്ദേഹം ഒരു വേറെ പേരിട്ട് അതിനെ കവർ ചെയ്തൊക്കെ പോകും. പക്ഷെ നമുക്കാ ഒരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ അതൊക്കെ ഞാനിങ്ങനെ ശരിയാണല്ലോ അവൻ ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാൻ. നെക്സ്റ്റ് ടേക്കിൽ ഞാൻ പട്ടയെന്ന് പറഞ്ഞടിച്ച് കിടിലായിട്ടൊക്കെ തീർത്തു, അടിപൊളിയായിട്ട് ആ സീൻ വരികയും ചെയ്തു. പക്ഷെ അതൊക്കെ ഞാൻ ആലോചിക്കുകയായിരുന്നു,
ആ മൊമെന്റിൽ ആ ചിന്ത നമുക്ക് വന്നില്ല, ഒരു പേരിട്ടതങ്ങ് പോയാൽ മതിയല്ലോ എന്ന്. നമ്മളീ പഠിച്ചു വെച്ചേക്കണ പേര് തന്നെ വേണമല്ലോ, പക്ഷെ ആ പേര് ആ സിനിമയിൽ പിന്നെ ഒരിക്കൽ പറയുന്നില്ല. അപ്പൊ അതുമായിട്ട് ഒരു ഇത്തിരി പഴയ ഒരു പേരങ്ങ് പറഞ്ഞു പോയാൽ മതിയായിരുന്നു. പിന്നെ സിങ്ക് ആയില്ല, പിന്നെ വേറെ സാറിട്ടൊക്കെ പിന്നെ ഒന്നുമില്ല. നീ നന്നായിട്ടാണല്ലോ ചെയ്തത് നേരത്തെ റിഹേഴ്സലില് എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഓക്കെ ആയി. അപ്പൊ ഞാൻ റിഹേഴ്സൽ ചെയ്ത് സാറിന് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നീ നന്നായിട്ടാണല്ലോ ചെയ്തതെന്ന് പറഞ്ഞെന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ സെറ്റാണ്. ഞാൻ സാറെങ്കിൽ അടുത്ത പിന്നെ ടപ്പേന്ന് പറഞ്ഞ് പോവാ. ഭയങ്കര നമുക്ക് ഭയങ്കര പോസിറ്റീവ് ഈ നമ്മുടെ തളത്ത് നടന്ന ഒരു ഓപ്പോസിറ്റ് അങ്ങനെ ആളെന്ന് പറയണ്ട എന്ത് അങ്ങനെ എന്തെങ്കിലും ആർട്ടിസ്റ്റ് അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ആരും പറയാറില്ല. കാര്യം ഒരു മനുഷ്യത്വം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരിക്കലും നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യാറില്ല. കാര്യം എല്ലാവരും വരുന്നതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. സിനിമയിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അത് നമുക്കിപ്പം ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമുക്ക് അതത്ര വലിയ വിഷയമുള്ള കേസുമല്ല. ഒരു ഷോട്ട് കട്ട് ചെയ്ത് ഇപ്പുറത്തോട്ട് വെച്ചാൽ പോലും വരുന്ന മിസ്റ്റേക്കുകൾ ചിലപ്പോൾ മാറി പോകും, നമ്മൾ അറിയത്തുമില്ല. സിനിമ കാണുന്ന ആളിതൊന്നും അറിയത്തില്ല, എന്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതെന്ന് പോലും ചിന്തിക്കുകയും ഇല്ല. പക്ഷെ അവിടെ വരുന്ന ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം, അവിടെ നമ്മൾ പകരം ഒരു വോയിസ് അങ്ങോട്ട് കൊടുത്താൽ മതി, അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതാണ് നമ്മൾ തെറ്റിപ്പോയത് പോലും അങ്ങനെയൊക്കെ പറ്റുന്നൊരു സാഹചര്യമാണ്. ഇപ്പം അതിനുള്ള ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആർട്ടിസ്റ്റുകളോ അങ്ങനെ ഡയറക്ടേഴ്സോ അങ്ങനെ അങ്ങനെ കാര്യം ഒരു ആർട്ടിസ്റ്റിനെ ബേസിക്കലി നമ്മൾ ഓഫ് ആക്കിയ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ഈ നൈസർഗികമായിട്ടുള്ള സാധനങ്ങളൊന്നും പിന്നെ വരത്തില്ല. അത് എനിക്കുണ്ടാവാം, എനിക്ക് ആദ്യം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു. തുടങ്ങിയപ്പോൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എത്ര ഇഷ്ടമുണ്ടെങ്കിലും എത്ര നമുക്ക് അടുപ്പമുണ്ടെങ്കിലും ഈ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു ചെറിയൊരു ഇതുണ്ട്. കാര്യം ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും നമുക്ക് തന്നെ തോന്നിയപ്പോൾ വിഷയം നമ്മളായിട്ട് അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവുമോ, നമ്മൾ തെറ്റിച്ചതിന് പുറത്ത് എന്തെങ്കിലും വിഷയമാവുമോ എന്നുള്ള രീതിയിലൊക്കെ ഒരു സ്വയം നമ്മളുണ്ടാക്കിയെടുക്കുന്നൊരു പ്രശ്നമുണ്ട്. അതിനെ ഓവർകം ചെയ്യുക. അതിപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മളെ അടുത്തടുത്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ നമ്മളെന്നാൽ അങ്ങ് പോകും, വിഷയമില്ല നമുക്കിനി. സുന്ദരനായ ഒരു നടൻ പ്രത്യേകിച്ച് നെഗറ്റീവ് റോളാണ് ഇത് ചെയ്യുന്നത്, ഇത് പ്രേക്ഷകർ സ്വീകരിക്കുന്നുള്ള ഒരു അങ്കലപ്പം നിങ്ങൾക്കുണ്ടായിരുന്നു? ഒരിക്കലും എനിക്കൊന്നുമില്ല. കാര്യം ഞാനത് വെയിറ്റ് ചെയ്യായിരുന്നു. കാര്യം സാർ അങ്ങനത്തെ ക്യാരക്ടറൈസ് ചെയ്തിട്ട് സാറിൻ്റെ തുടക്കകാലത്തും അല്ലെങ്കിൽ 90s അങ്ങനത്തെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഒരു ഫ്രഷ്നെസ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അത് വേറെ ലെവലാക്കി അദ്ദേഹം മാറ്റുകയും ചെയ്തു. തിരിച്ചിട്ടായിരുന്നെങ്കിലോ വിനായകൻ ഇപ്പുറത്ത് വന്നിട്ട് മമ്മൂക്ക അപ്പുറത്ത് വന്നായിരുന്നെങ്കിൽ അത് എത്രത്തോളം പ്രേക്ഷകർ? അതെനിക്കറിയില്ല. കാര്യം അത് കാണുന്ന ആളുടെ ഒരു ഇതായിരിക്കും. പക്ഷെ നെഗറ്റീവാണ് സാർ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഫീലായിരുന്നു അവസാനം. അത് ചെയ്ത് വേറെ ലെവലാവും എന്നുള്ളൊരു നമുക്കറിയാമല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ മുകളിലേക്ക് അത് എത്രത്തോളം കയറി പോകുന്നത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ചെയ്യും. അതൊക്കെ നമ്മൾ ലൈവ് എത്രയോ സാധനം ഷൂട്ടിൽ കണ്ടതാണ്.